അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് SCERT ചാപ്റ്റർ 2 ബയോളജി ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് ക്യൂസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആനിമൽ ഈസ് കൺസിഡേർഡ് ദ ഏർലിയസ്റ്റ് നോൺ ആൻസിസ്റ്റർ ഓഫ് വെയിൽസ്? അപ്പോൾ ഈ വെയിൽസിൻ്റെയൊക്കെ ആൻസിസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരാണ്? പാക്കിസീറ്റേഴ്സ് ആണ്. പാക്കിസീറ്റസ് റിസംബിൾ വിച്ച് ആനിമൽ ഇൻ ബോഡി ഫോം? പാക്കിസീറ്റസ് ആരെ പോലെയായിരുന്നു ഇരുന്നിരുന്നത്? വൂൾഫിൻ്റെ പോലെ, ചെന്നായുടെ പോലെയായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ അതിന് അക്വാട്ടിക് അഡാപ്റ്റേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്രോക്സിമറ്റ്ലി ഹൗ ലോങ് ഡിഡ് പാക്കിസീറ്റസ് ലീവ്? എത്ര നാളത്തെയാണ് അത് ജീവിച്ചത്? ഒരു 50 മില്യൺ ഇയേഴ്സ് എഗോ. ഓക്കെ. ആൻഡ് വാട്ട് ബോഡി പാർട്ട് ഓഫ് വെയിൽ ആൻസിസ്റ്റേഴ്സ് ചേഞ്ച് ഇൻ ടു ഫ്ലിപ്പേഴ്സ്? ഈ വെയിൽ ആൻസിസ്റ്റേഴ്സിൻ്റെ എന്ത് ഭാഗമാണ് ഫ്ലിപ്പേഴ്സ് ആയിട്ട് മാറിയത്? അവരുടെ ലെഗ്സ് ആണ് ഫ്ലിപ്പേഴ്സ് ആയിട്ട് സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. വൈ ഡു ഓർഗാനിസം ഡെവലപ്പ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഓവർ ടൈം? എന്തുകൊണ്ടാണ് ഓർഗാനിസത്തിന് സ്ട്രക്ചറൽ പരമായിട്ട് മാറ്റം സംഭവിക്കുന്നത്? ആ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ ജീവിക്കണമെങ്കിൽ അവർക്കും സ്ട്രക്ചറൽ പരമായിട്ട് മാറിയാലാണ് അതനുസരിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, എബൌട്ട് വെൻ ഡിഡ് ലൈഫ് ഫസ്റ്റ് അപ്പിയർ ഓൺ എർത്ത്? എർത്തിൽ ലൈഫ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് എത്ര നാളെടുത്തിട്ടാണ്? 3.5 ബില്യൺ ഇയേഴ്സ് എഗോ. വിച്ച് ആർ ദ 2 മെയിൻ തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്? അപ്പോൾ ലൈഫ് ഒറിജിൻ ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറിയാണ് തിയറി ഓഫ് പാൻസ്പെർമിയയും തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഓക്കെ. അടുത്തത്, ദ പാൻസ്പെർമിയ തിയറി പ്രപ്പോസസ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം? എവിടെ നിന്നാണ്? അപ്പോൾ ഈ പാൻസ്പെർമിയ തിയറി പറയുന്നത് നമ്മുടെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് കുറച്ച് സ്പോഴ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഔട്ടർ സ്പേസിൽ നിന്ന് ഉൽക്കകൾ വഴി നമ്മളുടെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത് എന്നുള്ളതാണ് പാൻസ്പെർമിയ തിയറിയിൽ പറയുന്നത്. അടുത്തത്, കെമിക്കൽ എവല്യൂഷൻ തിയറി ഈസ് ഓൾസോ നോൺ ആസ്? കെമിക്കൽ എവല്യൂഷൻ തിയറിനെയാണ് ഒപ്പാരൻ ഹാൽഡെയ്ൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അടുത്തത്, അക്കോർഡിംഗ് ടു കെമിക്കൽ എവല്യൂഷൻ തിയറി ലൈഫ് സ്റ്റാർട്ടഡ് ഫ്രം? കെമിക്കൽ എവല്യൂഷൻ തിയറിയിൽ പറയുന്നത് എന്താണ്? ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്തിൽ നിന്നാണ്? നോൺ ലിവിങ് കെമിക്കൽസിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ കോമൺ കൺക്ലൂഷൻ ഓഫ് ബോത്ത് പാൻസ്പെർമിയ ആൻഡ് കെമിക്കൽ എവല്യൂഷൻ തിയറി? ഈ 2 തിയറിയിൽ നിന്നും കിട്ടുന്ന കൺക്ലൂഷൻ എന്താണ്? ഫസ്റ്റ് ഓർഗാനിസം വേർ മൈക്രോ ഓർഗാനിസം ആൻഡ് ഓൾ ലൈഫ് ഇവോൾവ് ഫ്രം ദം. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ലൈഫ് അതിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ്. അടുത്തത്, വിച്ച് ഗ്യാസ് വാസ് ആബ്സെൻറ്റ് ഇൻ ഏർലീസ് അറ്റ്മോസ്ഫിയർ? പണ്ട് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇല്ലാത്ത ഒരു ഗ്യാസ് ആയിരുന്നു ഏത്? ഫ്രീ ഓക്സിജൻ. അപ്പോൾ ഫ്രീ ഓക്സിജൻ പണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. അടുത്തത്, വിച്ച് ഓഫ് ദീസ് വാസ് നോട്ട് പാർട്ട് ഓഫ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ? പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഇല്ലാത്തത് ഏതാണ്? നൈട്രജൻ. ഫ്രീ നൈട്രജൻ ഗ്യാസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ബാക്കി ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ, മീത്തേൻ, അമോണിയ, ഇതൊക്കെ എന്താണ്? പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നതാണ്. ഇല്ലാത്തതാണ് നൈട്രജൻ ഗ്യാസ്. ഫ്രീ നൈട്രജൻ ഗ്യാസും അതുപോലെ തന്നെ ഫ്രീ ഓക്സിജനും ഉണ്ടായിരുന്നില്ല. അടുത്തത്, ഹൗ വാസ് ദ പ്രിമിറ്റീവ് ഓഷൻ ഫോം? പ്രിമിറ്റീവ് ഓഷൻസ് എങ്ങനെ ഉണ്ടായത്? വാട്ടർ വേപ്പർ കൂൾ ചെയ്ത് മഴയായിട്ട് വരെയാണ് ചെയ്തത്. ഓക്കെ. Which of the following was not a source of energy for forming organic molecules on early earth? അതായത് ഇപ്പോൾ എനർജി കിട്ടാനുള്ള സോഴ്സ് അല്ലാത്തത് ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഓക്കെ. ബാക്കി എനർജി സോഴ്സസ് ഏതൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന് സൺലൈറ്റ്, ലൈറ്റനിങ്, UV റേസ്, വോൾക്കാനിക് ഇറോപ്ഷൻസ്, ഇതൊക്കെ നമുക്ക് എനർജി സോഴ്സസ് ആയിരുന്നു. പക്ഷേ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അതിൽ ഇല്ലാത്തതാണ്. അടുത്തത്, വിച്ച് സയൻറ്റിസ്റ്റ് പെർഫോം ദ ഫേമസ് എക്സ്പെരിമെൻറ്റ് പ്രൂവിങ് അമിനോ ആസിഡ് ക്യാൻ ഫോം ഫ്രം സിമ്പിൾ ഗ്യാസസ്? അമിനോ ആസിഡ്സ് സിമ്പിൾ ഗ്യാസസിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുമെന്ന് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു. ഏതാണ്? യൂറേ ആൻഡ് മില്ലറിൻ്റെ എക്സ്പെരിമെൻറ്റിലാണ് നമുക്ക് മനസ്സിലായത് അമിനോ ആസിഡ്സുകൾ ഫോം ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഗ്യാസസിൽ നിന്നാണ്. ഓക്കെ. അത് 1953 മില്ലർ യൂറയുടെ എക്സ്പെരിമെൻ്റ് ഉണ്ടായത്. ഇൻ ദ മില്ലർ യൂറ എക്സ്പെരിമെൻറ്റ് ഇലക്ട്രിക് സ്പാർക്ക് വെർ യൂസ് ടു ഇമിറ്റേറ്റ്? അപ്പോൾ അദ്ദേഹം പണ്ടത്തെ ആ ഒരു അന്തരീക്ഷം കിട്ടാൻ വേണ്ടി ആ ഇലക്ട്രിക് സ്പാർക്ക് എന്ന് വെച്ചാൽ എന്തിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? എന്തിനുദ്ദേശിച്ചിട്ടാണ് ഇലക്ട്രിക് സ്പാർക്ക് കാണിക്കുന്നത്? ലൈറ്റനിങ്ങിനെ കാണിക്കാൻ വേണ്ടിയാണ്. പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന ലൈറ്റിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇലക്ട്രിക് സ്പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് വിച്ച് ഗ്യാസസ് വെർ യൂസ്ഡ് ഇൻ മില്ലർ യൂറേ അപ്പാരറ്റസ്? അവരെതൊക്കെ ഉപയോഗിച്ചിരുന്നു? മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ, ഇതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന ഗ്യാസസ്.
അടുത്തത് വാട്ട് വാസ് ദ മെയിൻ റിസൾട്ട് ഓഫ് മില്ലർ-യൂറെ എക്സ്പെരിമെൻറ്റ്. മില്ലർ-യൂറെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലാക്കി? അതിൽ അമിനോ ആസിഡ്സുകളും ചില സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ ഫോർമേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, ആ മില്ലർ-യൂറെ എക്സ്പെരിമെൻറ്റിൽ ലാസ്റ്റ് ഒരു ലിക്വിഡ് നമുക്ക് കിട്ടും. ആ ലിക്വിഡ് കളക്ട് ചെയ്യുമ്പോൾ അത് നോക്കിയപ്പോൾ മനസ്സിലായതിൽ അമിനോ ആസിഡ്സിലും കുറച്ച് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതിൽ നിന്നാണ് ലൈഫ് പിന്നീട് ഒറിജിനേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചെറിയ ഒരു എക്സ്പെരിമെൻറ്റ് പോലെയാണ് മില്ലർ-യൂറെ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, and did the Miller-Urey experiment fully prove the chemical evolution theory? ആ ഒരു കെമിക്കൽ എവല്യൂഷൻ തിയറി ഫുള്ളി പ്രൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നോ, ഇറ്റ് ഓൺലി സപ്പോർട്ടഡ് ദ തിയറി. ഓക്കെ, അത് ജസ്റ്റ് ആ തിയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അടുത്ത സിഡ്നി ഫോക്സ് ഈസ് നോൺ ഫോർ പ്രൊഡ്യൂസിങ്. സിഡ്നി ഫോക്സിൻ്റെ പ്രത്യേകത എന്താണ്? അവരാണ് പ്രോട്ടീൻ ലൈക്ക് മോളിക്യൂൾസ് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരാളാണ് സിഡ്നി ഫോക്സ് എന്ന് പറയുന്നത്. അടുത്തത് ജോവാൻ ഓറോ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് വിച്ച് നൈട്രോജീനസ് ബേസ്. അതായത് ഈ ജോവാൻ ഓറോ പ്രൊഡ്യൂസ് ചെയ്ത നൈട്രജൻ ബേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൈട്രജൻ ബേസ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഇതൊക്കെ എന്തൊക്കെയാണ്? ഇതൊക്കെ നൈട്രജൻ ബേസസുകളാണ്. അതിൽ ജോൺ ഓറോ കണ്ടുപിടിച്ച് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്ത നൈട്രജൻ ബേസ് ആണ് അഡിനിൻ എന്ന് പറയുന്നത്. ഓക്കെ, വാസ് ഓക്സിജൻ പ്രസന്റ് ഇൻ മില്ലർ-യൂറെ എക്സ്പെരിമെന്റ് സെറ്റപ്പ്? ഇല്ല, ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ കെമിക്കൽ എവല്യൂഷൻ ലീഡിങ് ടു ഫസ്റ്റ് സെൽ? ഏതാണ്? ഫസ്റ്റ് പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയർ ഉണ്ടായി, ഓഷൻ ഫോം ചെയ്ത്, ഓർഗാനിക് മോളിക്യൂൾസ്, ന്യൂക്ലിക് ആസിഡ്സ്, പിന്നെ ലിപ്പിഡ് മെംബ്രെയിൻ, അങ്ങനെ സെല്ല്. ഈ രീതിയിലാണ് ഒരു ഫസ്റ്റ് സെല്ല് ഫോം ചെയ്തിട്ടുള്ളത്. അടുത്ത വാട്ട് സറൗണ്ട് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ന്യൂക്ലിക് ആസിഡ് ടു ഫോം ദ ഫസ്റ്റ് പ്രിമിറ്റീവ് സെൽ? ഒരു സെല്ല് ഫോം ചെയ്യണമെങ്കിൽ നമുക്കറിയാം സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഫോസ്ഫോലിപ്പിഡ്, അതായത് ലിപ്പിഡ് വേണം. ഓക്കെ, അപ്പോൾ ന്യൂക്ലിക് ആസിഡ് കൂടാതെ ന്യൂക്ലിക് ആസിഡിന് ചുറ്റും ലിപ്പിഡ്സ് വന്നിട്ടാണ് ഒരു ഫസ്റ്റ് പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് എ പ്രോക്യാരോട്ടിക് സെൽ? ഒരു പ്രോക്യാരോട്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഉണ്ടാവില്ല, അവർക്ക് സിമ്പിൾ സെല്ലായിരുന്നു. അപ്പോൾ സിമ്പിൾ സെൽ വിത്ത് നോട്ട് ട്രൂ ന്യൂക്ലിയസിനെയാണ് പ്രോക്യാരോട്സ് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഡിസ്ക്രൈബ് യൂക്കാരോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്. ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്തവർ പ്രോക്യാരോട്സ്, ട്രൂ ന്യൂക്ലിയസ് ഉള്ളവർ യൂക്കാരോട്ടിക് സെല്ലുകളാണ്. മാത്രമല്ല അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസുകൾ പ്രസന്റ് ആണ്. ഓക്കെ, ആൻഡ് യൂസിങ് ദ മെമ്മറി ട്രിക്ക് യു ഇൻ യൂക്കാരോട്ടിക് സ്റ്റാൻഡ് ഫോർ യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് എന്നുള്ള രീതിയിലാണ് പ്രോ എന്ന് ഉദ്ദേശിക്കുന്നത്. യു എന്ന് പറയുന്നത് ട്രൂ എന്നുള്ള രീതിയിലാണ്. ബാക്ടീരിയ ആർ ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് സെൽ ടൈപ്പ് ബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പ്രോക്യാരോട്ടിക് സെല്ലുകളാണ് ബാക്ടീരിയ. അടുത്തത് ഹൗ ഡിഡ് ദ ന്യൂക്ലിയസ് ലൈക്ലി ഫോം ഡ്യൂറിങ് എവല്യൂഷൻ ഓഫ് യൂക്കാരോട്ടിക് സെൽ? എങ്ങനെയാണ് ന്യൂക്ലിയസ് ഫോം ചെയ്തിട്ടുള്ളത്? ഒരു ദ സെൽ മെംബ്രെയിൻ ഫോൾഡഡ് ഇൻവേർഡ് ഈവൻലി ഫോമിങ് ദ ന്യൂക്ലിയസ്. പുറമേ ഉള്ള സെൽ മെംബ്രെയിൻ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്തേക്കുന്നത്. എബൌട്ട് വെൻ ഡിഡ് പ്രോക്യാരോട്ടിക് സെൽ ഫസ്റ്റ് അപ്പിയർ? പ്രോക്യാരോട്ടിക് സെൽ അപ്പിയർ ചെയ്തത് എന്നാണ്? 3.5 ബില്യൺ ഇയേഴ്സ് എഗോ എന്നാണ് പ്രോക്യാരോട്ടിക് സെല്ല് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് എബൌട്ട് വെൻ ഡിഡ് യൂക്കാരോട്ടിക് സെൽ അപ്പിയർ? യൂക്കാരോട്ടിക് സെല്ല് 2.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് യൂക്കാരോട്ടിക് സെൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു എൻഡോസിംബയോട്ടിക് തിയറി മൈറ്റോകോൺട്രിയ ഇവോൾഡ് ഫ്രം. എൻഡോസിംബയോട്ടിക് തിയറിയിൽ പറയുന്നുണ്ട് മൈറ്റോകോൺട്രിയ എങ്ങനെയാണ് ഉണ്ടായത്? ഒരു എയറോബിക് ബാക്ടീരിയ engulfed by a cell, and an aerobic bacterium was engulfed and evolved into the mitochondrium. ഓക്കെ, അപ്പോൾ ഒരു സെല്ല് ഒരു എയറോബിക് ബാക്ടീരിയത്തിനെ തിന്നപ്പോൾ അതാണ് പിന്നീട് മൈറ്റോകോൺട്രിയ ആയിട്ട് മാറിയത്. അതാണ് എൻഡോസിംബയോട്ടിക് തിയറിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു എൻഡോസിംബയോട്ടിക് തിയറി ക്ലോറോപ്ലാസ്റ്റ് ഇവോൾവ് ഫ്രം. ക്ലോറോപ്ലാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയനെയാണ് ഒരു സെല്ല് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് എന്ന് എടുത്ത് പറയണമെങ്കിൽ അപ്പോൾ അവിടെ ക്ലോറോപ്ലാസ്റ്റ് ഓർത്തുക. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയം ആണ് ആ സെൽ എൻഗൾഫ് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നീട് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറിയത്. In the endosymbiotic theory, what happened to the engulfed bacteria instead of being digested? അതായത് ഈ വിഴുങ്ങിയ എൻഗൾഫ്ഡ് ബാക്ടീരിയക്ക് പിന്നെ എന്താ സംഭവിച്ചത്? അവരവിടെ തന്നെ സർവൈവ് ചെയ്ത് ആ ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ജീവിച്ചു. ആ ബാക്ടീരിയനെ ഡൈജസ്റ്റ് ചെയ്തില്ല, അവർ ആ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ജീവിച്ച് അവരൊരു സെൽ ഓർഗനലായിട്ട് മാറി എന്നാണ് എൻഡോസിംബയോട്ടിക് തിയറിയിൽ പറയുന്നത്. ഇനി വെൻ വാസ് ദ എർത്ത് ഫോം? അപ്രോക്സിമേറ്റ്ലി എർത്ത് ഫോം ചെയ്തത് 4.6 to 4.0 ആ ഒരു ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. അടുത്തത് വെൻ ഡിഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ കോളനൈസ് ലാൻഡ്?
പ്ലാന്റ്സും അനിമൽസ് ഒക്കെ വന്നിട്ടുള്ളത് 541 മുതൽ 252 മില്യൺ ഇയേഴ്സ് ഒക്കെ ആണ് പ്ലാന്റ്സും അനിമൽസും കൊളനൈസ് ചെയ്തത്. അടുത്ത വിച്ച് എറ ഈസ് ഡിസ്ക്രൈബ് ആസ് ഏജ് ഓഫ് ഡൈനോസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ 252 മുതൽ 66 മില്യൺ ഇയേഴ്സ് ഒക്കെ ആണ് ഡൈനോസേഴ്സ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. വിച്ച് അനിമൽ ഗ്രൂപ്പ് വാസ് ദ ലാസ്റ്റ് മേജർ ഗ്രൂപ്പ് ടു അപ്പിയർ ഓൺ എർത്തിൽ? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ലാസ്റ്റ് ഉള്ള മേജർ ഗ്രൂപ്പിൽ വരുന്നതാണ് മാമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. അടുത്തത് വാട്ട് ഡസ് ദ കോസ്മിക് കലണ്ടർ റെപ്രസെൻറ്റ്? അത് ജസ്റ്റ് മൊത്തം യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി അതിൻ്റെ ഹിസ്റ്ററി മൊത്തം ഒരു കംപ്രസ് ചെയ്തൊരു കലണ്ടർ ഇയർ, ഒരു 1 കലണ്ടർ ഇയർ ആക്കി വെക്കുന്നതാണ് കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഓൺ ദ കോസ്മിക് കലണ്ടർ വെൻ ഡു ഹ്യൂമൻ ഫസ്റ്റ് അപ്പിയർ? കോസ്മിക് കലണ്ടർ അനുസരിച്ച് ഹ്യൂമൻസ് വന്നിട്ടുള്ളത് എന്നാണ്? ഡിസംബർ 31 11:52 PM അതായത് ഇപ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ആരാണ്? ഹ്യൂമൻസ് ആണ്. അപ്പോൾ കോസ്മിക് കലണ്ടർ അനുസരിച്ച് ഹ്യൂമൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ഡിസംബർ 31 11:52 PM. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിലെ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.